കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കാൻ തെളിവില്ലെന്ന സർക്കാർ നിലപാടിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ഹൈക്കോടതി. കേസിൽ കോടതിയലക്ഷ്യമുണ്ടെന്ന് നേരത്തെ വ്യക്തമാക്കിയതാണെന്നും സർക്കാർ പഴയ നിലപാട് ആവർത്തിക്കുകയാണെന്നും ഹൈക്കോടതി വിമർശിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇടതു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലയിലുള്ള നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതല്ല എന്നൊക്കെ ഹൈക്കോടതി പരാമർശിക്കുകയും ചെയ്തിരുന്നതാണ്. ഇപ്പോൾ കൂടുതൽ കടുപ്പിക്കുകയാണോ ഹൈക്കോടതി? ദിലീപ്, കഴിഞ്ഞ തവണ വിമർശനത്തിന് പിന്നാലെ വീണ്ടും മറുപടി സത്യവാങ്മൂലം നൽകാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൽ പ്രകാരം ഇന്നലെയാണ് സംസ്ഥാന സർക്കാർ, അതായത് വ്യവസായ വകുപ്പ് സത്യവാങ്മൂലം നൽകിയത്. ആ സത്യവാങ്മൂലത്തിലും വ്യക്തമാക്കിയത് പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ നിലവിൽ തെളിവില്ല എന്ന് തന്നെയാണ്. അതായത് മുൻ നിലപാട് ആവർത്തിക്കുകയാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി ചെയ്തത്. ഈ കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, കോർപ്പറേഷൻ MD K രതീഷ് ഇവർക്കെതിരെ കേസെടുത്ത് അതിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തതാണ് കോടതിയലക്ഷ്യ നടപടിയിലേക്ക് പോയത്. ഇന്ന് ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ സർക്കാരിന്റെ സത്യവാങ്മൂലം ഹൈക്കോടതിക്ക് മുൻപാകെ വന്നു. അതിലാണ് ഹൈക്കോടതി ഇപ്പോൾ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ നേരത്തെ നൽകിയ നിലപാട് അത് തിരുത്താൻ സമയം തന്നിരുന്നു, പക്ഷേ ആ നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഹർജി പരിഗണിച്ച ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കാം. ഒപ്പം ഇതിൽ കോടതി അലക്ഷ്യം ഇല്ല എന്ന് എങ്ങനെയാണ് പറയാനാകുക? നേരത്തെ തന്നെ കോടതി അലക്ഷ്യം ഉണ്ടെന്ന് വ്യക്തമായതല്ലേ എന്ന്, അതായത് കോടതി ചില സൂചനകൾ നൽകുകയാണ്. കോടതി അലക്ഷ്യ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന്. സർക്കാരാകട്ടെ ഇതിൽ ഇപ്പോഴും തെളിവില്ല എന്ന് പറഞ്ഞ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുകയാണ്. 8-ാം തീയതി ഈ ഹർജി വീണ്ടും ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് പരിഗണിക്കും. ദിലീപ്, കശുവണ്ടി വികസന കോർപ്പറേഷൻ തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കാൻ തെളിവില്ലെന്ന സർക്കാർ നിലപാടിൽ കേരള ഹൈക്കോടതി അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.